ദിവസത്തിൽ എല്ലാ പത്രങ്ങൾക്കും വാരാന്ത്യ പതിപ്പൊക്കെ ഉള്ളതാണ്. പക്ഷേ VSന്റെ അനുസ്മരണമുള്ള വാരാന്ത്യ പതിപ്പ് ഇല്ലാതെയാണ് CPIMന്റെ മുഖപത്രം ദേശാഭിമാനി ഇന്നിറങ്ങിയത്. ഓർമ്മക്കുറിപ്പുള്ള വാരാന്ത്യ പതിപ്പ് ദേശാഭിമാനി ഒഴിവാക്കി. അച്ചടിച്ച ശേഷം വിതരണം വേണ്ടെന്ന് വെച്ചു. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം. VSന്റെ മുൻ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരനാണ് ഓർമ്മക്കുറിപ്പ് എഴുതിയത്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേർന്നു. ബിനിൽ, ഈ ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ വാരാന്ത്യ പതിപ്പ് ഉണ്ടാവേണ്ടതാണ്. പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ അതിന്റെ കാരണവും ദേശാഭിമാനി വിശദീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറെന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണമായി വന്നിട്ടുള്ളത്. 21-ാം തീയതിയാണ് VSന്റെ ഓർമ്മ ദിനം. അന്നേ ദിവസം 21-നാണ് അത് വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി. അതോടൊപ്പം തന്നെ ഇന്ന് അതിന്റെ അനുസ്മരണ കുറിപ്പ്, ഓർമ്മക്കുറിപ്പ് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ വരേണ്ടതായിരുന്നു. KV സുധാകരൻ നേരത്തെ തന്നെ അത് എഴുതി നൽകിയതുമാണ്. ഇന്ന് പക്ഷേ അത് വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കുകയാണ് ചെയ്തത്. നിലവിൽ ദേശാഭിമാനി പറയുന്നത് ഇന്ന് ലോകകപ്പാണ്, അതുകൊണ്ട് കൂടുതൽ പേജുകൾ കളറിൽ അച്ചടിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കൂടുതൽ പേജുകൾ അതിനായി മാറ്റിവെക്കേണ്ടി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. പ്രസ്സിൽ അങ്ങനെ അത്രയും പ്രിന്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് ദേശാഭിമാനി പറയുന്നത്. എന്തായാലും KV സുധാകരനാണ് ആ കുറിപ്പ് ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് VS അച്യുതാനന്ദന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ആൾ കൂടിയാണ്. ആ അനുസ്മരണം കുറിപ്പാണ് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ വരേണ്ടിയിരുന്നത്. നാളെ അത് പ്രത്യേകമായി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വിശദീകരണമൊക്കെ ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് വരണം. നിലവിൽ അത്തരം ഒരു വിശദീകരണം വന്നിട്ടില്ല. സാങ്കേതിക തകരാർ മൂലം മാത്രമാണ്, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടല്ല ഈ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ വിശദീകരണം. ഓക്കെ, ബിനിൽ ലീല സാബു ആണ് വിവരങ്ങൾ നൽകിയത്.